أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 92-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. അതിനുശേഷമുള്ളതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതാകട്ടെ അവരുടെ പക്കലുള്ളതിനെ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സത്യമാണത്. പറയുക, നിങ്ങൾ വിശ്വാസികൾ തന്നെയെങ്കിൽ ഇതിനു മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തു കാരണത്താലായിരുന്നു? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദർസിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ബൈബിളിലെ മൂസയെപ്പോലെയുള്ള ഒരു പ്രവാചകൻ എന്ന പ്രവചനം ഈസാ നബിയെക്കുറിച്ചല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ബാധകമാവുക എന്ന് കണ്ടു. അവിടുന്ന് ശരീഅത്ത് പ്രവാചകനായിരുന്നു എന്നതിൻ്റെയും മൂസ തുല്യനാണെന്നുള്ള ഖുർആനിക വാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നാം അത് സ്ഥാപിച്ചത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ഉറപ്പിക്കുന്ന ബൈബിളിലെ മറ്റൊരു സുപ്രധാന പ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്കു വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കൈയിലുണ്ടായിരുന്നു. ബൈബിളിൻ്റെ ഈ വാക്യത്തിൽ വരാനിരിക്കുന്ന വാഗ്ദാന പുരുഷനെക്കുറിച്ച് ഇതിൽ 3 പ്രധാന അടയാളങ്ങൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ അടയാളം പറയുന്നു, ആ വാഗ്ദാന പുരുഷൻ ഫാറാൻ മലയിൽ നിന്ന് ജ്വലിക്കും. ഫാറാൻ പർവ്വതം എന്നത് മക്കയുടെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ ആഗമനത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ അടയാളമായി പറയുന്നത് അദ്ദേഹം 10,000 വിശുദ്ധന്മാരുമായി വരുമെന്ന്. ഇത് മക്ക വിജയ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന 10,000 സ്വഹാബികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും വലിയൊരു സമൂഹം, അതായത് 10,000 അനുയായികൾ മറ്റൊരു പ്രവാചകനോടൊപ്പം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടില്ല. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, സ്വഹാബികൾ വിശുദ്ധരായിരുന്നു എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹു പറയുന്നു, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അതായത് അള്ളാഹു അവരിൽ തൃപ്തനായി, അവരും അള്ളാഹുവിലും തൃപ്തരായി. സൂറത്തു തൗബ 100-ാമത്തെ ആയത്ത്. ഈസാ മസീഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കേവലം 12 ശിഷ്യന്മാരായിരുന്നു. അതിൽ ഒരാൾ ഒറ്റിക്കൊടുത്തു, മറ്റൊരാൾ ശപിച്ചു, ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അള്ളാഹു ജീവൻ പണയം വെച്ച് സംരക്ഷിക്കുന്ന സ്വഹാബികളെ നൽകി. ഇനി മൂന്നാമതായി പറയുന്ന അടയാളം, അദ്ദേഹത്തിൻ്റെ വലത്ത് കൈയിൽ അഗ്നിമയമായൊരു ന്യായപ്രമാണം ഉണ്ടാകുമെന്ന്. ഈ പ്രവചനം ഈസാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ ചാർത്താൻ കഴിയില്ല. കാരണം മസീഹിന് പുതിയ ശരീഅത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഖുർആനിക ശരീഅത്തിനെ അഗ്നിമയമായ ശരീഅത്ത് എന്ന് വിളിച്ചതിൻ്റെ കാരണം, അഗ്നിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. 1 കത്തിച്ചു കളയുക, 2 പ്രകാശം നൽകുക. ചൂടുവെള്ളത്തിനോ ചൂടുള്ള ഇരുമ്പിനോ മറ്റൊന്നിനെ കത്തിച്ചു കളയാൻ സാധിക്കുമെങ്കിലും പ്രകാശം നൽകാൻ കഴിയില്ല. എന്നാൽ തീ കത്തിച്ചു കളയുന്നതിനൊപ്പം പ്രകാശവും നൽകുന്നു. അതുകൊണ്ട് ഈ ശരീഅത്ത് 2 കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ ഒരു ഭാഗത്ത് അഗ്നിയുണ്ടാകും, മറുഭാഗത്ത് നൂർ പ്രകാശമുണ്ടാകും. അത് എല്ലാ വൃത്തികെട്ട കാര്യങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കുകയും മറുഭാഗത്ത് ആളുകൾ അതിൽ നിന്ന് പ്രകാശം നേടുകയും ചെയ്യും. ചുരുക്കത്തിൽ ഫാറാനിൽ നിന്ന് 10,000 വിശുദ്ധന്മാർക്കൊപ്പം ഒരു ദൈവീക ജ്വാലയുടെ വാഗ്ദാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയായി.
മക്കാ വിജയ സമയത്ത് അവിടത്തോടൊപ്പം 10,000 വിശുദ്ധന്മാർ ഉണ്ടായിരുന്നു. മൂസയ്ക്ക് ശേഷം ശരീഅത്ത് കൊണ്ടുവന്നു എന്ന് അവിടത്തെ കൂടാതെ മറ്റൊരു നബിയും വാദിച്ചിട്ടില്ല. ഈ പ്രവചനങ്ങൾ കൂടാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചാർത്താവുന്ന നിരവധി പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തഫ്സീർ കബീറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അടിയിൽ ബൈബിളിലെ 10-ൽ കൂടുതൽ പ്രവചനങ്ങളുടെ റെഫറൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു ഭാഗത്ത് ഈ ഖുർആനിക ഉപദേശം സത്യമാണ് എന്ന് മാത്രമല്ല, മറുഭാഗത്ത് ഇതിനെ അംഗീകരിക്കുന്നതിലൂടെ കഴിഞ്ഞുപോയ ദൈവിക ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അവർ ഇതിനെ നിഷേധിച്ചാൽ സ്വന്തം ഗ്രന്ഥങ്ങളിലെയും പല കാര്യങ്ങളും അവർ കള്ളമായി അംഗീകരിക്കേണ്ടി വരും. ഈ തഅലീമിൻ്റെ സത്യം സ്ഥാപിക്കാനായി അള്ളാഹു ഇവിടെ 3 തെളിവുകൾ നൽകുന്നു. ഒന്നാമതായി, ഈ തഅലീം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവതരിച്ചതാണെന്ന്. രണ്ടാമതായി, ലോകത്തിന് ഇതിനെ എതിർക്കാൻ കഴിയില്ല, ഇത് തീർച്ചയായും ലോകത്ത് സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമതായി പറയുന്നു, ഈ ഉപദേശം വരാനിരിക്കുന്ന വാഗ്ദാന പുരുഷനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വന്തം ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾ ഇതിനെ നിഷേധിച്ചാൽ നിങ്ങളുടെ സ്വന്തം ഗ്രന്ഥങ്ങളെയും നിങ്ങൾ നിഷേധിക്കേണ്ടി വരും. നിങ്ങൾക്ക് അതിൽ നിലനിൽക്കാൻ കഴിയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് യഹൂദന്മാർ അദ്ദേഹത്തിൻ്റെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു. അവർ സ്വന്തം കുട്ടികൾക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടാറുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ പ്രവാചകൻ തങ്ങളിൽ തന്നെ ജനിക്കുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ അദ്ദേഹം വന്നപ്പോൾ അവർ നിഷേധിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം ബനു ഇസ്മായിലിൽ നിന്ന് എങ്ങനെ വന്നു? അദ്ദേഹം ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുകയുണ്ടായി, അതുകൊണ്ട് ഉദ്ദേശിച്ചത് പള്ളിയുടെ ശക്തിയാണ് എന്ന്. ഇപ്രകാരം പലവിധ വളച്ചൊടിക്കലുകൾ അവർ ചെയ്യാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ ശക്തി വർദ്ധിക്കുകയും അവർ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളിൽ നിന്ന് നബി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുമായിരുന്നു എന്നുള്ള അവരുടെ വാദത്തിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു. അതായത് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, നിങ്ങൾ ഈ വിഷയത്തിൽ സത്യവാന്മാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് വന്ന പ്രവാചകന്മാരെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറയുക. നിങ്ങൾക്ക് അത്രമാത്രം മാന്യതയുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കാതിരുന്നത്? എന്തിനാണ് അവരുമായി നിങ്ങൾ ഏറ്റുമുട്ടിയത്? അതുകൊണ്ട് ഒരു ഇസ്രായേൽ പ്രവാചകനിൽ അവതരിച്ച വചനങ്ങളെ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്ന നിങ്ങളുടെ വാദം തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടതിനാലാണ് മനുഷ്യൻ സത്യത്തെ നിഷേധിക്കുന്നത്. നിങ്ങൾക്കും അതേ കാരണത്താലാണ് ഈ വചനത്തെ നിഷേധിക്കേണ്ടി വരുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നിങ്ങൾ തീർച്ചയായും അംഗീകരിക്കുമായിരുന്നു എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വെറും തോന്നലാണ്. നിങ്ങൾ എക്കാലത്തും പ്രവാചകന്മാരെ എതിർക്കുന്നവരാണ് എന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ തെളിയിക്കുന്നു. യഹൂദന്മാരുടെ ഈ പഴയ ശീലത്തെക്കുറിച്ച് ഈസാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വാക്കുകളിൽ വിലപിച്ചു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. മത്തായി 23-ാം അധ്യായം 36-ാമത്തെ വചനം. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.